ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി. എറണാകുളം സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത്. കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയത് ഭാര്യയുടെ സഹോദരി തന്നെയാണ്. പീഡന പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ച് തന്നെ കൃഷ്ണകുമാർ പലതവണ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്കും അമ്മയ്ക്കും അർഹതപ്പെട്ട സ്വത്ത് മൂത്ത സഹോദരി കൈവശം വെച്ചിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സ്വത്ത് തർക്ക പരാതിയോടൊപ്പം ലൈംഗിക പീഡനത്തിനും യുവതി നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ തുടരന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയായിരുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2014 യുവതി കൃഷ്ണകുമാറിനെതിരെ ആദ്യമായി പരാതി നൽകുന്നത്. അന്ന് ഗാർഹിക പീഡനത്തിനും ലൈംഗിക പീഡനത്തിനുമാണ് കേസ് കൊടുത്തത്. ഈ രണ്ട് പരാതിയിലും പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നു. എന്നാൽ ഗാർഹിക പീഡന പരാതി മാത്രമാണ് കോടതിയിലെത്തിയത്. തുടരന്വേഷണത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. സ്വത്ത് തർക്ക കേസിൽ 2023 കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും അനുകൂലമായ വിധി വന്നിരുന്നു. 2024 ഗാർഹിക പീഡന കേസിലും അനുകൂലമായ വിധി വന്നു. എന്നാൽ ലൈംഗിക പീഡന പരാതി നിലനിൽക്കില്ലെന്നാണ് നോർത്ത് പോലീസ് അന്ന് കണ്ടെത്തിയത്. അതേസമയം തനിക്കെതിരായ പരാതി സി കൃഷ്ണകുമാർ തള്ളി. കോടതി തള്ളിയ പരാതിയാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും സന്ദീപ് വാര്യരാണ് വീണ്ടും പരാതി ഉയർത്തിക്കൊണ്ടു വന്നതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന പരാതി കോടതി തന്നെ നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. വ്യാജ പരാതികൾ നൽകിയവർക്കെതിരെയും വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു.